ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC പ്രസത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ 9ാം ക്ലാസ്സിലെ ACRT ന്യൂ സിലബസ് പ്രകാരമുള്ള കെമിസ്ട്രിയിലെ ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ രണ്ടാമത്തെ പാർട്ടുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്റർ കണ്ടിട്ട് മാത്രം രണ്ടാമത്തെ ചാപ്റ്റർ കാണുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ആ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിടുന്ന വീഡിയോസൊക്കെ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അതുപോലെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ ആറ്റത്തിൻ്റെ ഘടന എന്ന് പറയുന്ന പാർട്ടിലെ രണ്ടാമത്തെ ആ ഒരു ചാപ്റ്ററിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ ഇനി മുതൽ നമുക്ക് പഠിക്കാനുള്ളത് അറ്റോമിക നമ്പരും മാസ് നമ്പരും എന്ന് പറയുന്ന ആ ഒരു ഭാഗം മുതലാണ്. അപ്പോൾ നമുക്ക് അറ്റോമിക നമ്പരും മാസ് നമ്പരും തുടങ്ങാം. ഒരു ആറ്റത്തെ സംബന്ധിച്ച് പ്രോട്ടോണിൻ്റെ എണ്ണം വളരെ പ്രാധാന്യമർഹിക്കുന്നു. ഒരു ആറ്റം ഏത് മൂലകത്തിൻ്റേതാണെന്ന് തീരുമാനിക്കുന്നത് അതിലുള്ള പ്രോട്ടോണുകളുടെ എണ്ണമാണ്. അപ്പം നമുക്കറിയാം ഒരു ആറ്റം, അപ്പോൾ ആ ഒരു ആറ്റത്തെ സംബന്ധിച്ച് അതിൻ്റെ പ്രോട്ടോണിൻ്റെ എണ്ണം എന്ന് പറയുന്നത് എന്താണ്? വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ പ്രോട്ടോണിൻ്റെ എണ്ണം എന്ന് പറയുന്നത്. ഒരു ആറ്റം ഏത് മൂലകത്തിൻ്റെ ആറ്റമാണെന്ന് തീരുമാനിക്കുന്നത് അതിലുള്ള പ്രോട്ടോണുകളുടെ എണ്ണം വച്ചിട്ടാണ്. ഒരാറ്റത്തിലുള്ള പ്രോട്ടോണുകളുടെ ആകെ എണ്ണത്തെ അറ്റോമിക നമ്പർ എന്ന് പറയുന്നു. അപ്പോൾ ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ ആകെ എണ്ണത്തെ നമുക്ക് എന്തെന്ന് പറയാം? അറ്റോമിക നമ്പർ എന്ന് പറയാം. ആറ്റത്തിൻ്റെ അറ്റോമിക നമ്പർ എന്ന് പറയുന്നത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. നമ്മൾ ഈ പ്രോട്ടോണുകളുടെ എണ്ണത്തെ സൂചിപ്പിക്കുന്നത് ഏത് നമ്പർ വെച്ചിട്ടാണ്? അതായത് അറ്റോമിക നമ്പറെ സൂചിപ്പിക്കുന്നത് Z എന്ന അക്ഷരം ഉപയോഗിച്ചാണ് നമ്മൾ അറ്റോമിക നമ്പർ സൂചിപ്പിക്കുന്നത്. Z എന്ന അക്ഷരമാണ് അറ്റോമിക നമ്പർ സൂചിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. അറ്റോമിക നമ്പർ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? പ്രോട്ടോണുകളുടെ എണ്ണവും ഇലക്ട്രോണുകളുടെ എണ്ണവും ചേർന്നാണ് നമ്മൾ അറ്റോമിക നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണവും അതുപോലെ ഇലക്ട്രോണുകളുടെ എണ്ണവും കൂടി ചേർന്നതാണ് എന്ത്? അറ്റോമിക നമ്പർ എന്ന് പറയുന്നത്. ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിലെ കണങ്ങൾ ഏതൊക്കെയാണ്? അപ്പം ന്യൂക്ലിയസിൽ എന്തൊക്കെയുണ്ടെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും പഠിച്ചതായിരുന്നു. എന്തൊക്കെയാണ് ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിലുള്ളത്? ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൽ പ്രോട്ടോണുമുണ്ട്, അതുപോലെ എന്തുമുണ്ട്? പ്രോട്ടോണും ന്യൂട്രോണുമാണ് എവിടെയുള്ളത്? ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിലുള്ളത്. ന്യൂട്രോണും പ്രോട്ടോണുമാണ് ഉള്ളത്. ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ എണ്ണത്തെ മാസ് നമ്പർ എന്ന് പറയുന്നു. അപ്പോൾ എന്താ മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ? ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ എണ്ണത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മാസ് നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ അറ്റോമിക നമ്പർ എന്ന് പറഞ്ഞാൽ ആരുടെയൊക്കെ എണ്ണമാണ്? പ്രോട്ടോണുകളുടെയും ഇലക്ട്രോണുകളുടെയും. പ്രോട്ടോണുകളും ഇലക്ട്രോണുകളും കൂടി ചേർന്നാലാണ് എന്ത് ചെയ്യുന്നത്? അറ്റോമിക നമ്പർ ഉണ്ടാകുന്നത്. എങ്കിൽ മാസ് നമ്പർ എന്ന് പറയുന്നത് ഏതൊക്കെ ചേർന്നാണ്? പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും എണ്ണം കൂടി ചേർന്നാണ് എന്തുണ്ടാകുന്നത്? മാസ് നമ്പർ ഉണ്ടാകുന്നത്. മാസ് ഉണ്ടാകുന്നത് പ്രോട്ടോണുകളും ന്യൂട്രോണുകളും കൂടി ചേർന്നതാണ് മാസ് നമ്പർ. ഇതിനെ A എന്ന അക്ഷരം ഉപയോഗിച്ചാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. അപ്പം മാസ് നമ്പർ സൂചിപ്പിക്കുന്നത് A എന്ന അക്ഷരം കൊണ്ടും അറ്റോമിക നമ്പർ സൂചിപ്പിക്കുന്നത് Z എന്ന അക്ഷരം കൊണ്ടുമാണ്. 2 പ്രോട്ടോണുകളും 2 ന്യൂട്രോണുകളുമുള്ള ഒരു ആറ്റത്തിൻ്റെ മാസ് നമ്പർ എത്രയായിരിക്കും? അപ്പോൾ 2 പ്രോട്ടോണുകളുണ്ട്, 2 ന്യൂട്രോണുകളുണ്ട്. അങ്ങനെയുള്ള ഒരു ആറ്റത്തിൻ്റെ മാസ് നമ്പർ എത്രയായിരിക്കും എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇനി മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? പ്രോട്ടോണുകളുടെ എണ്ണം പ്ലസ് ന്യൂട്രോണുകളുടെ എണ്ണം, അങ്ങനെയാണ് നമ്മൾ മാസ് നമ്പർ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ മാസ് നമ്പർ ഇവിടെ പറഞ്ഞിരിക്കുന്നത് 2 പ്രോട്ടോണുകളും 2 ന്യൂട്രോണുകളുമുള്ള ഒരു ആറ്റത്തിൻ്റെ മാസ് നമ്പർ എത്രയായിരിക്കും? അപ്പോൾ പ്രോട്ടോണുകളുടെ എണ്ണം എത്രയാണ്? പ്രോട്ടോണുകളുടെ എണ്ണം 2 ആണ്, ഇവിടെ ന്യൂട്രോണുകളുടെ എണ്ണം 2 ആണ്. അപ്പോൾ ഇവിടുത്തെ മാസ് നമ്പർ എന്ന് പറയുന്നത് എത്രയാ? 4 ആയിരിക്കും അല്ലേ? അപ്പോൾ മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ കാണുന്നത്? മാസ് നമ്പർ ഈസ് ഈക്വൽ ടു പ്രോട്ടോണുകളുടെ. അപ്പം 2 പ്രോട്ടോണുകളും 2 ന്യൂട്രോണുകളുമുള്ള ഒരു ആറ്റത്തിൻ്റെ മാസ് നമ്പർ എത്രയായിരിക്കുമെന്ന് അറിയാൻ വേണ്ടി നമുക്ക് എന്ത് കണ്ടാൽ മതി? ഇവിടെ മാസ് നമ്പർ എന്ന് പറയുമ്പോൾ
മാസ് നമ്പർ ഈസ് ഈക്വൽ ടു പ്രോട്ടോണുകളുടെ എണ്ണം പ്ലസ് ന്യൂട്രോണുകളുടെ എണ്ണം. അതാണ് എന്തെന്ന് പറയുന്നത്, മാസ് നമ്പർ എന്ന് പറയുന്നത്. ഇനി അല്ലെങ്കിൽ നമുക്കിങ്ങനെ പറയാം, അറ്റോമിക നമ്പർ പ്ലസ് ന്യൂട്രോണുകളുടെ എണ്ണം. അറ്റോമിക നമ്പർ പ്ലസ് ന്യൂട്രോണുകളുടെ എണ്ണം എന്ന് പറഞ്ഞാലും അത് എന്ത് തന്നെയാണ്, മാസ് നമ്പർ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഒന്നുകിൽ പറയാം മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ അറ്റോമിക നമ്പർ പ്ലസ് ന്യൂട്രോണുകളുടെ എണ്ണം. ന്യൂട്രോണുകളുടെ എണ്ണം പറഞ്ഞാൽ അവിടെ ആര് വരും, പ്രോട്ടോണുകളും വരും. അപ്പോൾ അറ്റോമിക നമ്പർ എന്ന് പറയുമ്പോൾ ന്യൂട്രോണുകളുടെ എണ്ണം പ്ലസ് പ്രോട്ടോണുകളുടെ എണ്ണമാണ് ഏതെന്ന് പറയുന്നത്, മാസ് നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ നമുക്ക് പറയാം, പ്രോട്ടോണുകളുടെ എണ്ണം പ്ലസ് ന്യൂട്രോണുകളുടെ എണ്ണം. അതല്ലെങ്കിൽ മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ അറ്റോമിക നമ്പർ പ്ലസ് ന്യൂട്രോണുകളുടെ എണ്ണം. ഇതാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ മാസ് നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ പ്രോട്ടോണുകളുടെ എണ്ണം പറഞ്ഞാൽ അറ്റോമിക നമ്പറിൽ എന്തുണ്ട്, പ്രോട്ടോണുകളുടെ എണ്ണം ഉണ്ട്. അതുപോലെ പ്രോട്ടോണുകളുടെ എണ്ണം വന്നാൽ അവിടെ എന്തുണ്ട്, ന്യൂട്രോണുകളുടെ എണ്ണവും. മാസ് നമ്പർ എന്ന് പറയുന്നത് അത് രണ്ടും ഓർത്ത് വയ്ക്കുക. ചിലപ്പോൾ അങ്ങനെയും ചോദിക്കാം, അതുകൊണ്ടാണ് അത് പറഞ്ഞത്. മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ പ്രോട്ടോണുകളുടെ എണ്ണം പ്ലസ് ന്യൂട്രോണുകളുടെ എണ്ണമാണ്. അതുപോലെ മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ അറ്റോമിക നമ്പർ പ്ലസ് ന്യൂട്രോണുകളുടെ എണ്ണം എന്നും പറയാം. അപ്പോൾ ഇവിടെ നമുക്ക് പറഞ്ഞ രണ്ട് പ്രോട്ടോണുകളും 2 ന്യൂട്രോണുകളുമുള്ള ആറ്റത്തിൻ്റെ മാസ് നമ്പർ എത്രയായിരിക്കും, അത് 4 ആയിരിക്കും. ഇനി നമ്മൾ പറയുന്നത് ന്യൂട്രോണുകളുടെ എണ്ണം ഈസ് ഈക്വൽ ടു മാസ് നമ്പർ മൈനസ് പ്രോട്ടോണുകളുടെ എണ്ണം. അപ്പം ന്യൂട്രോണുകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ കാണുന്നത്, ന്യൂട്രോണുകളുടെ എണ്ണം കാണാൻ എന്ത് കണ്ടാൽ മതി, മാസ് നമ്പറിനെ പ്രോട്ടോണുകളുടെ എണ്ണം കൊണ്ട് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ന്യൂട്രോണുകളുടെ എണ്ണം കിട്ടും. അപ്പം ന്യൂട്രോണുകളുടെ എണ്ണം കണ്ടെത്താൻ എന്ത് ചെയ്താൽ മതി, മാസ് നമ്പർ അതായത് മാസ് നമ്പറിനെ സൂചിപ്പിക്കുന്ന അക്ഷരം ഏതാണ്, എ ആണ് അല്ലേ. മാസ് നമ്പറിനെ നമ്മൾ സൂചിപ്പിക്കുന്നത് എ എന്ന അക്ഷരം കൊണ്ടാണ്. ഇനി അറ്റോമിക നമ്പറിനെ നമ്മൾ സൂചിപ്പിക്കുന്നത് Z എന്ന അക്ഷരം കൊണ്ടാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ പറഞ്ഞത്, ന്യൂട്രോണുകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ മാസ് നമ്പറും മൈനസ് പ്രോട്ടോണുകളുടെ എണ്ണം, അതാണ് ന്യൂട്രോണുകളുടെ എണ്ണം. ഇല്ലെങ്കിൽ നമുക്കിങ്ങനെ പറയാം, എന്ത്, ന്യൂട്രോണുകളുടെ എണ്ണം ഈസ് ഈക്വൽ ടു മാസ് നമ്പർ മൈനസ് അറ്റോമിക നമ്പർ. മാസ് നമ്പർ മൈനസ് അറ്റോമിക നമ്പർ ആണ് എന്ത്, ന്യൂട്രോണുകളുടെ എണ്ണം. ഇത് 2 രീതിയിലും നമുക്ക് പറയാം. അപ്പോൾ അതല്ലെങ്കിൽ എന്താണ്, A മൈനസ് Z, അതാണ് നമ്മുടെ ന്യൂട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത്. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. ഇനി നമ്മൾ അടുത്ത് പഠിക്കുന്നത് മൗലിക കണങ്ങളെക്കുറിച്ചാണ്. ഒരു ആറ്റത്തെ വിഭജിക്കാമെന്നും അതിൽ പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ എന്നീ കണങ്ങൾ ഉണ്ടാകുമെന്നും നമ്മൾ ഇതുവരെ പഠിച്ചു അല്ലേ. അപ്പോൾ ആറ്റത്തെ നമുക്ക് വിഭജിക്കാമെന്ന് പഠിച്ചു. ആറ്റത്തിൽ എന്തൊക്കെ ഘടകങ്ങളുണ്ട്, പ്രോട്ടോൺ ഉണ്ട്, ന്യൂട്രോൺ ഉണ്ട്, ഇലക്ട്രോണുകളുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ ഇതുവരെ പഠിച്ചു വന്നത്. ഇവയെ വീണ്ടും വിഭജിക്കാനാകുമോ? അപ്പോൾ ഈ ന്യൂട്രോൺ, പ്രോട്ടോൺ, ഇലക്ട്രോൺ ഇവയൊക്കെ വീണ്ടും വിഭജിക്കാൻ കഴിയുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇലക്ട്രോണുകളെ വീണ്ടും വിഭജിക്കാൻ കഴിയാത്തതിനാൽ അത് ഒരു മൗലിക കണമാണ്. ഇലക്ട്രോണുകളെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഇലക്ട്രോണുകളെ നമുക്ക് വീണ്ടും വിഭജിക്കാൻ കഴിയില്ല. ഇലക്ട്രോണുകളെ വീണ്ടും വിഭജിക്കാൻ കഴിയോ? ഇല്ല. അതുകൊണ്ട് നമ്മൾ എന്തെന്ന് പറയുന്നു, ഇലക്ട്രോൺ എന്ന് പറയുന്നത് ഒരു മൗലിക കണമാണ്. ഇലക്ട്രോണുകളെ മൗലിക കണമായിട്ടാണ് നമ്മൾ കരുതുന്നത്. എന്നാൽ പ്രോട്ടോണുകളും ന്യൂട്രോണുകളും ഉണ്ടാവുന്നത് 3 വീതം കോർക്കുകൾ കൂടിച്ചേർന്നാണ്. പ്രോട്ടോണുകളും ന്യൂട്രോണുകളും, പ്രോട്ടോണും അതുപോലെ ന്യൂട്രോണും ചേരുന്നത് എന്താണ്, 3 വീതം കോർക്കുകൾ കൂടിച്ചേർന്നിട്ടാണ്. 3 വീതം കോർക്കുകൾ ചേർന്നാണ് എന്തുണ്ടാകുന്നത്, പ്രോട്ടോണും ന്യൂട്രോണും ഉണ്ടാകുന്നത്. അതിനാൽ അവയെ മൗലിക കണങ്ങളായി പരിഗണിക്കുന്നില്ല. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞത്, അപ്പോൾ മൗലിക കണങ്ങൾ എന്നറിയപ്പെടുന്നത് ആരാ, ഇലക്ട്രോണുകളെയാണ് നമ്മൾ മൗലിക കണങ്ങൾ എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക. ഇനി നോക്കേ, ഒരു ആറ്റത്തെ പ്രതീകം ഉപയോഗിച്ച് പ്രതിനിധാനം ചെയ്യുമ്പോൾ പ്രതീകത്തിൻ്റെ ഇടതുവശത്ത് മുകളിലും താഴെയുമായി യഥാക്രമം മാസ് നമ്പരും അറ്റോമിക നമ്പരും എഴുതുന്നു. അപ്പം നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്, ഒരു ആറ്റത്തെ നമ്മൾ പ്രതീകം ഉപയോഗിച്ച് പ്രതിനിധാനം ചെയ്യുന്നു. അങ്ങനെ പ്രതിനിധാനം ചെയ്യുമ്പോൾ പ്രതീകത്തിൻ്റെ ഇടതുവശത്ത് മുകളിലും താഴെയുമായിട്ടാണ് നമ്മൾ എന്തൊക്കെ എഴുതുന്നത്, മുകൾ വശത്ത് ഇടതുവശത്ത് മുകളിലായിട്ട് നമ്മൾ എന്തെഴുതും, മാസ് നമ്പർ എഴുതും. മാസ് നമ്പർ A എഴുതും. ഇനി താഴെയായിട്ട് എന്തെഴുതും, ഇടതുവശത്ത്
താഴെയായി നമ്മൾ അറ്റോമിക നമ്പരും എഴുതും. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ നമുക്ക് ക്ലോറിൻ്റെ മാസ് നമ്പറും അറ്റോമിക നമ്പരും എഴുതണം. അപ്പം നമ്മൾ ക്ലോറിൻ എഴുതി, ക്ലോറിനാണ് ഇത്. ക്ലോറിൻ്റെ മാസ് നമ്പർ ഇടത് മുകളിലായിട്ട് നമ്മൾ എന്തെഴുതും? മാസ് നമ്പർ എഴുതി. മാസ് നമ്പർ 35ആണ്. ഇനി ഈ ഇടത് താഴെയായിട്ട് നമ്മൾ എന്തെഴുതണം? അറ്റോമിക നമ്പർ എഴുതണം. അപ്പോൾ ഇവിടെ അറ്റോമിക നമ്പർ എന്ന് പറഞ്ഞാൽ നമ്മൾ Z സൂചിപ്പിക്കും, മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ A സൂചിപ്പിക്കും. അപ്പോൾ ഇതാണ് ക്ലോറിൻ്റെ മാസ് നമ്പരും അറ്റോമിക നമ്പരും എന്ന് പറയുന്നത്. അതുപോലെ ഇപ്പം നമ്മൾ കാൽസ്യം Ca എടുക്കുകയാണ്. കാൽസ്യത്തിൻ്റെ മാസ് നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്? 40. അതുപോലെ അറ്റോമിക നമ്പർ എത്രയാണ്? 20. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മളിത് കണ്ടെത്തുന്നത്. ഇനി ക്ലോറിൻ, കാൽസ്യം എന്നീ ആറ്റങ്ങളിലെ പ്രോട്ടോണുകൾ, ഇലക്ട്രോണുകൾ, ന്യൂട്രോണുകൾ എന്നിവയുടെ എണ്ണം കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താ കണ്ടെത്തേണ്ടത്? ക്ലോറിനാണ് നമ്മളിവിടെ എടുത്തത്. അപ്പോൾ ക്ലോറിൻ്റെ മാസ് നമ്പർ നമുക്കറിയാം. ക്ലോറിൻ്റെ മാസ് നമ്പർ നമ്മൾ കണ്ടതാണ്, 35ആണ് മാസ് നമ്പർ. ക്ലോറിൻ്റെ അറ്റോമിക നമ്പർ 17ആണ്. അപ്പോൾ നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താ പഠിച്ചത്? അറ്റോമിക നമ്പർ കാണാൻ എന്തൊക്കെ ചെയ്താൽ മതി, മാസ് നമ്പർ കാണാൻ എന്തൊക്കെ ചെയ്താൽ മതി, ഇത് രണ്ടും നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ ഇവിടെ പ്രോട്ടോൺ നമ്മൾ കണ്ടെത്തണം, ഇലക്ട്രോൺ കണ്ടെത്തണം, ന്യൂട്രോൺ കണ്ടെത്തണം. പ്രോട്ടോണും ഇലക്ട്രോണും ചേർന്നതാണ് അറ്റോമിക നമ്പർ എന്ന് നമുക്കറിയാം. അപ്പോൾ അറ്റോമിക നമ്പർ എന്ന് പറഞ്ഞാൽ പ്രോട്ടോണും ഇലക്ട്രോണും ചേർന്നതാണ്. അപ്പോൾ പ്രോട്ടോൺ ഇവിടെ പ്രോട്ടോൺ എത്രയാണ്? ക്ലോറിൻ്റെ പ്രോട്ടോൺ അറ്റോമിക നമ്പറാണ് പ്രോട്ടോണിൽ വരുന്നത്, 17ആണ്. അപ്പോൾ ഇലക്ട്രോൺ എത്രയാണ്? 17ആണ്. ഇനി ഇതിൻ്റെ ന്യൂട്രോൺ എങ്ങനെയാണ് നമ്മൾ കണ്ടെത്തുന്നത്? ന്യൂട്രോൺ കണ്ടെത്തുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മൾ മാസ് നമ്പറിൽ നിന്ന് എന്ത് കുറച്ചാൽ മതി? അറ്റോമിക നമ്പർ കുറച്ചാൽ മതി. അപ്പം മാസ് നമ്പറിൽ നിന്ന് അറ്റോമിക നമ്പർ കുറയ്ക്കുമ്പോൾ 35ൽ നിന്ന് എത്ര കുറയ്ക്കുമ്പോൾ? 17 കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ന്യൂട്രോൺ കിട്ടും. ഇവിടെ ന്യൂട്രോൺ എത്രയാണ്? 18ആണ്. അപ്പോൾ ഇവിടുത്തെ ന്യൂട്രോൺ നമ്മൾ കണ്ടുപിടിച്ചു, 18 കിട്ടി. അടുത്ത നമ്മൾ നോക്കിയേ, അടുത്ത് നമ്മൾ പറയുന്നത് കാൽസ്യത്തിൻ്റെ അറ്റോമിക നമ്പരും, അതായത് കാൽസ്യത്തിൻ്റെ അറ്റോമിക നമ്പരും മാസ് നമ്പരും ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ കാൽസ്യത്തിൻ്റെ മാസ് നമ്പർ ഇടത് മുകളിലായിട്ട് തന്നിട്ടുണ്ട്, അത് 40ആണ്. അതിൻ്റെ അറ്റോമിക നമ്പർ 20ആണ്. അപ്പം നമുക്ക് പ്രോട്ടോണുകളുടെ എണ്ണം എത്രയെന്ന് എഴുതാം? 20 അല്ലേ? അറ്റോമിക നമ്പർ പ്ലസ് അറ്റോമിക നമ്പറാണ് എന്തെന്ന് പറയുന്നത്? പ്രോട്ടോണും ഇലക്ട്രോണും. അപ്പോൾ ഇലക്ട്രോണിനും എത്രയാണ്? ഈ പറഞ്ഞ 20ആണ്. അപ്പോൾ ന്യൂട്രോണിൻ്റെ എണ്ണം എത്രയാ? മാസ് നമ്പർ മൈനസ് എത്രയായിരിക്കും? അറ്റോമിക നമ്പർ. അപ്പോൾ നമുക്ക് എത്ര ഉത്തരം കിട്ടും? 20 എന്ന് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യാനുള്ളത്. ചുവടെ നൽകിയിരിക്കുന്ന പട്ടിക പൂർത്തിയാക്കി സയൻസ് ഡയറിയിൽ രേഖപ്പെടുത്താനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പ്രതീകങ്ങൾ, അറ്റോമിക നമ്പർ എഴുതണം, നമ്മൾ മാസ് നമ്പർ നമ്മൾ എഴുതണം, പ്രോട്ടോണുകളുടെ എണ്ണം എഴുതണം, ഇലക്ട്രോണുകളുടെ എണ്ണം എഴുതണം, ന്യൂട്രോണുകളുടെ എണ്ണം എഴുതണം. അപ്പം നമുക്കൊന്ന് നോക്കാം. ഇവിടെ ഹൈഡ്രജൻ ആണ് തന്നിരിക്കുന്നത്. ഹൈഡ്രജൻ്റെ അറ്റോമിക നമ്പർ 1ആണ്. ഹൈഡ്രജൻ്റെ അറ്റോമിക നമ്പർ 1ആണ്. മാസ് നമ്പർ അപ്പോൾ ഹൈഡ്രജൻ്റെ അറ്റോമിക നമ്പർ 1ആണ്, മാസ് നമ്പർ 1ആണ്. പ്രോട്ടോണുകളുടെ എണ്ണം എത്രയാണ്? ഹൈഡ്രജൻ്റെ പ്രോട്ടോണുകളുടെ എണ്ണം അപ്പോൾ നമുക്ക് പറയാം 1ആണ്. ഇലക്ട്രോണുകളുടെ എണ്ണവും എത്രയാണ്? 1ആണ്. ഇനി ന്യൂട്രോണുകളുടെ എണ്ണം കണ്ടെത്തുന്നത് നമ്മൾ എങ്ങനെയാണ്? മാസ് നമ്പർ മാസ് നമ്പർ മൈനസ് അറ്റോമിക നമ്പർ. മാസ് നമ്പർ 1, അറ്റോമിക നമ്പർ 1, 1 എന്ന് പറയുമ്പോൾ എത്ര നമുക്ക് കിട്ടും? 0 കിട്ടും. ഇനി രണ്ടാമത് ലിഥിയം എടുക്കുകയാണ്. ലിഥിയത്തിൻ്റെ അറ്റോമിക നമ്പർ എത്ര? 3ആണ്. ലിഥിയത്തിൻ്റെ മാസ് നമ്പർ എന്ന് പറയുന്നത് 7ആണ്. ഇനി അതിൻ്റെ പ്രോട്ടോണുകളുടെ എണ്ണം എന്ന് പറയുന്നത്, പ്രോട്ടോണുകൾ എത്രയാണ്? അവിടെ പ്രോട്ടോണുകളുടെ എണ്ണം 3, ഇലക്ട്രോണുകളുടെ എണ്ണം 3ആണ്. അവിടുത്തെ നമ്മുടെ ന്യൂട്രോണുകളുടെ എണ്ണം എത്രയാണ്? 7 മൈനസ് 3ആണ്. അപ്പം നമുക്ക് എത്ര ഉത്തരം കിട്ടും? 4 എന്ന് കിട്ടും. ഇനി അടുത്ത് വന്നിട്ട് ഓക്സിജൻ ആണ്. ഓക്സിജൻ്റെ അറ്റോമിക് നമ്പർ 16 കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഓക്സിജൻ്റെ അറ്റോമിക നമ്പർ എന്ന് പറയുന്നത് അറ്റോമിക നമ്പർ 8ആണ്. 8 ഓക്സിജൻ്റെ അറ്റോമിക നമ്പർ 8.
മാസ് നമ്പർ 16. പിന്നെ നമുക്ക് പ്രോട്ടോണുകളുടെ എണ്ണം കൊടുക്കാം, അത് 8 ആണ്. ഇലക്ട്രോണുകളുടെ എണ്ണം 8 ആണ്. ന്യൂട്രോണുകളുടെ എണ്ണം 16 - 8 എത്രയാണ്? 8 ആണ്. ഇനി അതുപോലെ സോഡിയം വരുമ്പോൾ എത്രയാ? 11, അതുപോലെ 23, പിന്നീട് എന്താണ്? 23 പറഞ്ഞു നമ്മൾ. വീണ്ടും 11, ഇലക്ട്രോണുകളുടെ എണ്ണം 11, അതുപോലെ നമ്മുടെ കോളം മാറിപ്പോയല്ലോ. ഓക്കെ, അപ്പോൾ സോഡിയത്തിൻ്റെ നമ്മൾ നോക്കുമ്പോൾ എത്രയാണ്? അറ്റോമിക നമ്പർ എന്ന് പറയുന്നത് എത്രയാ? 11 ആണ്. മാസ് നമ്പർ എത്രയാണ്? 23 ആണ്. പ്രോട്ടോണുകളുടെ എണ്ണം 11, ഇലക്ട്രോണുകളുടെ എണ്ണം 11. ഇനി ഇവിടുത്തെ ന്യൂട്രോണുകളുടെ എണ്ണം എത്രയാണ്? 11. 23 - 11. 23 - 11 ചെയ്യുമ്പോൾ നമുക്ക് എത്ര ആൻസർ കിട്ടണം? 12 എന്ന് ഉത്തരം കിട്ടും. ഇനി അടുത്ത നിയോൺ ആണ്. നിയോണിന് 10 ആണ് അറ്റോമിക നമ്പർ, 20 ആണ് മാസ് നമ്പർ. പ്രോട്ടോണുകളുടെ എണ്ണം 10, ഇലക്ട്രോണുകളുടെ എണ്ണം 10. അതിന് 20 - 10 എത്രയാണ്? ന്യൂട്രോണുകളുടെ എണ്ണവും 10 ആണ്. ഇനി നമ്മൾ ടൈറ്റാനിയം എടുക്കുകയാണ്. ടൈറ്റാനിയത്തിൻ്റെത് 22 ആണ് അറ്റോമിക നമ്പർ, 48 ആണ് മാസ് നമ്പർ. പ്രോട്ടോണുകളുടെ 22 ആണ്. ഇലക്ട്രോണുകൾ എത്രയാണ്? ഇലക്ട്രോണുകളും എത്രയാ നമ്മൾ പറഞ്ഞത്? ടൈറ്റാനിയത്തിൻ്റെ ഇലക്ട്രോണുകളും 22 ആണ്. ഇനി അതിൻ്റെ പിന്നെ നമ്മുടെ ടൈറ്റാനിയത്തിൻ്റെ ന്യൂട്രോണുകളുടെ എണ്ണം പറയുമ്പോൾ നമ്മൾ മാസ് നമ്പർ -48 - 22 ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എത്രയെന്ന് കിട്ടും? 26 എന്ന് നമുക്ക് കിട്ടും അല്ലേ? അടുത്ത് നമ്മൾ പറയുന്നത് 232 മാസ് നമ്പരും അതുപോലെ 90 മാസ് നമ്പരും ഉള്ള തോറിയത്തിൻ്റെതാണ് നമ്മൾ പറയുന്നത്. തോറിയത്തിൻ്റെ അറ്റോമിക നമ്പർ 90 ആണ്. മാസ് നമ്പർ 232 നമ്മൾ പറഞ്ഞു. യുറേനിയം നമ്മൾ പറയാൻ മറന്നു അല്ലേ? അത് കഴിഞ്ഞിട്ട് പറയാം. അപ്പോൾ അതിനുശേഷം നമ്മൾ 90 തന്നെയാണ് ഇലക്ട്രോണുകളുടെ എണ്ണം, 90 തന്നെയാണ് പ്രോട്ടോണുകളുടെയും ഇലക്ട്രോണുകളുടെ എണ്ണം 90 വീതമാണ്. അപ്പോൾ നമുക്ക് ഇവിടെ എത്രയാണ്? 232 90 ചെയ്യുമ്പം നമ്മുടെ ന്യൂട്രോൺ കിട്ടും. അതുപോലെ നമ്മൾ യുറേനിയത്തിൻ്റെ എത്രയാണ്? ഇത് നിങ്ങൾ ചെയ്യണം കേട്ടോ. എല്ലാം നമ്മൾ ചെയ്യുമ്പോൾ അത് ഫില്ലാക്കണം. ഇനി നമ്മൾ 235 യുറേനിയം. 235 മാസ് നമ്പർ 235. പിന്നെ നമ്മുടെ അറ്റോമിക നമ്പർ 92. ഇവിടെ പ്രോട്ടോൺ 92, ഇലക്ട്രോൺ 92. ഇവിടുത്തെ നമ്മുടെ മാസ് നമ്പർ എന്ന് പറയുന്നത് എത്രയും നമുക്ക് കിട്ടും? ന്യൂട്രോണിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 143 എന്ന് നമുക്ക് കിട്ടും. 143. അപ്പോൾ ഇതങ്ങനെ ഓരോന്നും ചെയ്ത് പഠിക്കുക. അപ്പോൾ ഇനി സിങ്കും കൂടിയേ ഉള്ളൂ. സിങ്കിൻ്റെ നമ്മൾ ഇതുപോലെ ചെയ്യുക. അങ്ങനെ നമ്മുടെ ഒരു പട്ടിക നമ്മൾ പൂർത്തിയാക്കി. ഇനി ആറ്റത്തിലെ ഇലക്ട്രോൺ വിന്യാസത്തെക്കുറിച്ചാണ് പറയുന്നത്. ബോർ ആറ്റം മാതൃക അനുസരിച്ച് ഇലക്ട്രോൺ എവിടെയാണ് കാണപ്പെടുന്നത്? അപ്പോൾ ബോർ ആറ്റം മാതൃക അനുസരിച്ച് ഇലക്ട്രോൺ എവിടെയാണ് കാണപ്പെടുന്നതെന്ന് നമ്മൾ പഠിച്ചു. ഓർബിറ്റുകളിൽ അല്ലെങ്കിൽ ഷെല്ലുകളിലായിട്ടാണ് എന്ത് കാണപ്പെടുന്നത്? ഇലക്ട്രോണുകൾ കാണപ്പെടുന്നത്. 1, 2, 3, 4 എന്നീ ഊർജ്ജ നിലകൾക്ക് യഥാക്രമം ഏതെല്ലാം പ്രതീകങ്ങളാണ് നമ്മൾ നൽകിയിട്ടുള്ളത്? KLMN എന്ന പ്രതീകങ്ങൾ നമ്മൾ KLMN എന്നിങ്ങനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? പ്രതീകങ്ങൾ നൽകിയിട്ടുണ്ട്. ഒരു ആറ്റത്തിലെ ഇലക്ട്രോണുകൾ വിവിധ ഓർബിറ്റുകളിൽ ക്രമീകരിക്കപ്പെടുന്നത് ചില നിയമങ്ങൾ അനുസരിച്ചാണ്. അപ്പം നമ്മൾ പറഞ്ഞില്ലേ ആറ്റങ്ങളിലെ ഇലക്ട്രോണുകൾ എവിടെയാണ് ക്രമീകരിക്കുന്നത്? ഇലക്ട്രോണ് കാണപ്പെടുന്ന ഓർബിറ്റിലാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? അപ്പോൾ ഈ ഇലക്ട്രോണുകൾ വിവിധ ഓർബിറ്റുകളിൽ ക്രമീകരിക്കപ്പെടുന്നത് ചില നിയമങ്ങൾ അനുസരിച്ചിട്ടാണ്. വെറുതെ അങ്ങോട്ട് കയറി ഇലക്ട്രോണുകൾക്ക് ഇരിക്കാനൊന്നും പറ്റില്ല ഓർബിറ്റിൽ. അതിന് ചില നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളാണ് ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത്. എന്താണ്? ഏതൊരു ഓർബിറ്റിലും ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് 2n² ആണ്. അപ്പോൾ ഏതൊരു ഓർബിറ്റിലും ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്?
2n² ആണ്. ഇവിടെ n എന്ന് പറയുന്നത് ഓർബിറ്റ് നമ്പറാണ്. ഓർബിറ്റിൻ്റെ നമ്പറാണ് എന്തെന്ന് പറയുന്നത്, n എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഓർബിറ്റ് നമ്പർ തന്നിട്ടുണ്ട്, പേര് തന്നിട്ടുണ്ട്, ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 2n² ആണെന്നും തന്നിട്ടുണ്ട്. അപ്പം നമുക്കൊന്ന് നോക്കിക്കോളാം. ഓർബിറ്റ് നമ്പർ ഒന്നാമത്തത് 1 ആണ്. ഓർബിറ്റ് നമ്പർ 1 അത് ഏത് ഷെല്ലാണ്, നമുക്ക് K എന്ന് പറയുന്ന ഷെല്ലാണ് അല്ലേ. അപ്പം K ഷെല്ലിലെ ഓർബിറ്റുകളുടെ എണ്ണം എന്ന് പറയുന്നത്, ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? K ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 2 × 1² അപ്പം 2 × 1². പരമാവധി ഇലക്ട്രോൺ എത്രയേ കൊള്ളാൻ പറ്റത്തുള്ളൂ? 2 ഇലക്ട്രോണുകൾ. 2 × 1² 2. ഇവിടെ 2 എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ 2n² അല്ലേ ഇവിടെ തന്നിരിക്കുന്നത് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പം 2 ആദ്യം നമ്മൾ ആ 2 എടുത്തെഴുതുക. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താണ്, n എന്ന് പറയുന്നത് ഇവിടെ 1 ആണ്. n-ൻ്റെ സ്ക്വയർ നമ്മൾ എഴുതി. അപ്പം നമുക്കിവിടെ എത്ര ആൻസർ കിട്ടി? 2 എന്ന ആൻസർ ലഭിച്ചിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് നോക്കാം രണ്ടാമത്തെ ഷെല്ലിൽ എത്രയാ? 2. രണ്ടാമത്തെ ഷെല്ലിന് അതിൻ്റെ പേര് നമ്മൾ L എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ ഷെല്ലിൽ L ആണ് അല്ലേ, L. അപ്പം നമുക്കറിയാം രണ്ടാമത്തെ ഷെല്ലിൽ ഉൾക്കൊള്ളുന്നത് എത്രയാണ്? 2 × 2² ആണ്. അപ്പോൾ ഇത് നമ്മൾ പറഞ്ഞു, നമുക്ക് ഇവിടെ ഉൾക്കൊള്ളാവുന്ന നമ്മുടെ L എന്ന് പറയുന്ന ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? 2n² ആണ്. അപ്പോൾ ഇവിടെ 2n² നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? 2 × 2² ആണ്. 2 × 2² എന്ന് പറയുന്നത് അപ്പോൾ എത്രയാണ് നമുക്കിവിടെ കിട്ടുന്നത്? 8 ആണ് ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടാമത്തെ ഷെല്ലിൽ ഉൾക്കൊള്ളുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണെന്ന് നമുക്ക് കിട്ടി? അതിൻ്റെ എണ്ണം 8 ആണെന്ന് നമുക്ക് കിട്ടി. ഇനി അപ്പം നമ്മൾ മൂന്നാമത്തതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മൂന്നാമത്തത് M ഷെല്ലാണ്. M ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് നമുക്കറിയാം 2n² ആണ്. അപ്പോൾ ഇവിടെ 2n² ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? 2n² എന്ന് പറയുമ്പോൾ 2 × 3² ഇവിടെ 3² എന്ന് പറയുന്നത് എത്രയാണ്? 9 ആണ്. 9 × 2 എന്ന് പറയുമ്പം നമുക്ക് എത്ര കിട്ടും? 18 കിട്ടും. 18 അല്ലേ, 18 എന്ന ആൻസർ കിട്ടും. ഇനി നോക്കിയേ, അടുത്ത നാലാമത്തത് ഓർബിറ്റ് 4 ആണ്. പേര് n ആണ്. അതിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി എണ്ണം എത്രയാണ്? ഇലക്ട്രോണുകളുടെ എണ്ണം 2n² ആണ്. അപ്പോൾ ഇവിടെ 2 × 4² ആണ് നമ്മൾ ചെയ്യുന്നത്. 4-ൻ്റെ സ്ക്വയർ 16 ആണ്. 16 × 2 എന്ന് പറയുന്നത് എത്ര നമുക്ക് കിട്ടും? 32 എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ നമ്മൾ ചെയ്യാവുന്ന നമ്മുടെ ഇലക്ട്രോണുകളെ കണ്ടെത്താനുള്ളത്. ഇലക്ട്രോണുകളുടെ ഉൾക്കൊള്ളുന്ന നമ്മുടെ ആ ഒരു ഇലക്ട്രോൺ വിന്യാസം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വേണമെങ്കിലും എഴുതാൻ പറ്റും, ഓരോ ഓർബിറ്റും. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്താ? പൊതുവെ താഴ്ന്ന ഊർജ്ജ നിലയിലുള്ള ഒരു ഓർബിറ്റിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകൾ നിറഞ്ഞതിന് ശേഷം മാത്രമേ അടുത്ത ഊർജ്ജ നിലയിലുള്ള ഓർബിറ്റിൽ ഇലക്ട്രോൺ പൂരണം നടക്കുകയുള്ളൂ. അപ്പോൾ നോട്ട് ദ പോയിന്റ്. പൊതുവെ താഴ്ന്ന ഊർജ്ജ നിലയിൽ ഇപ്പോൾ നമ്മൾ ആദ്യത്തെ നമ്മുടെ ഷെല്ല് ഏതാണ്? നമ്മുടെ ആദ്യത്തെ ഷെല്ല് K എന്നുള്ള ഷെല്ല്. ഇപ്പോൾ K എന്ന ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന ആദ്യ ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 2 ആണ് അല്ലേ. അപ്പോൾ ആ 2 എന്ന് പറയുമ്പോൾ ആ 2 ഉൾക്കൊണ്ടതിന് ശേഷം മാത്രം ബാക്കി എന്ത് ചെയ്യണം? അടുത്ത ഓർബിറ്റ് Lലോട്ടാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമ്മളത് എഴുതാനുള്ളത്. അപ്പോൾ പൊതുവെ താഴ്ന്ന ഊർജ്ജ നിലയിലുള്ള ഒരു ഓർബിറ്റിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകൾ നിറഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? അടുത്ത ഊർജ്ജ നിലയിലുള്ള ഓർബിറ്റിൽ ഇലക്ട്രോൺ പൂരണം നടക്കാൻ പാടുള്ളൂ. ഇനി നോക്കിയേ, ഏതൊരു ആറ്റത്തിൻ്റെയും ബാഹ്യ ഓർബിറ്റിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 8 ആയിരിക്കും. അപ്പോൾ ഏതൊരു ആറ്റം എടുത്താലും അതിൻ്റെ ബാഹ്യ ഓർബിറ്റിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് എത്രയാവണം? 8 ആയിരിക്കും. ഒരു ആറ്റത്തിൻ്റെ ഓർബിറ്റുകളിൽ ഇലക്ട്രോണുകൾ നിറയുന്നത് രേഖപ്പെടുത്തുന്നതാണ് ഇലക്ട്രോൺ വിന്യാസം.
അപ്പോൾ ഇലക്ട്രോൺ വിന്യാസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ആറ്റത്തിൻ്റെ ഓർബിറ്റുകളിൽ ഇലക്ട്രോണുകൾ നിറയുന്നത് രേഖപ്പെടുത്തുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇലക്ട്രോൺ വിന്യാസം എന്ന് പറയുന്നത്. ഇലക്ട്രോൺ വിന്യാസം എന്ന് പറയുന്നത്. ചില മൂലകങ്ങളുടെ ഇലക്ട്രോൺ വിന്യാസം എഴുതി നോക്കാം. അപ്പോൾ ഇനി നമുക്ക് ചില മൂലകങ്ങളുടെ ഇലക്ട്രോൺ വിന്യാസം ഇവിടെ തന്നിട്ടുണ്ട്. അതാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ തന്നെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? മൂലകം ഇപ്പോൾ നമ്മളെടുത്തു. ഹൈഡ്രജൻ്റെ നേരത്തെ പറഞ്ഞതുപോലെ ഹൈഡ്രജൻ അറ്റോമിക നമ്പർ നമ്മളെടുത്തു. അറ്റോമിക നമ്പർ എത്രയാണ്? 1 ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? അതും 1. ഇനി അതിൻ്റെ ഇലക്ട്രോൺ വിന്യാസം നമുക്കറിയാം. ഇലക്ട്രോൺ വിന്യാസം എന്ന് പറയുന്നത് 1. കെ എന്ന ഷെല്ലിൽ നമുക്ക് 1 എഴുതാൻ പറ്റുന്നത്. ഇനി അടുത്തതാണ് ഹീലിയം. അതേപോലെ തന്നെ എങ്ങനെയാണ്? ഹീലിയത്തിൻ്റെ അറ്റോമിക നമ്പർ 2. അതേപോലെ ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? ഹീലിയത്തിൻ്റെ ഇലക്ട്രോണുകളുടെ എണ്ണം 2. അവിടെ ഇലക്ട്രോൺ വിന്യാസം എന്ന് പറയുന്നത് നമുക്ക് കെ ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളല്ലേ ഉള്ളൂ. അപ്പോൾ അത് എത്രയാ? 2. അതുപോലെ ലിഥിയത്തിൻ്റെത് പറഞ്ഞിട്ടുണ്ട്. ലിഥിയം ആവുമ്പോൾ 3. അപ്പോൾ 2 നമ്മൾ ആദ്യം കെ ഷെല്ലിൽ എത്ര കൊടുക്കും? 2 കൊടുക്കും. പിന്നെ അവിടെ നിന്ന് L1 ബാക്കിയുള്ളത് നമ്മൾ L എന്ന് പറയുന്ന ഷെല്ലിൽ കൊടുക്കും. ഇനി അതുപോലെ ഓരോന്നും ഇതേപോലെ നിങ്ങൾ എന്ത് ചെയ്യണം? എഴുതി ഫില്ലാക്കണം. അടുത്ത് നമ്മൾ പറയുന്നത് 1 മുതൽ 18 വരെ അറ്റോമിക നമ്പറുള്ള മൂലകങ്ങളുടെ ഇലക്ട്രോൺ വിന്യാസം മാത്രമേ ഈ രീതി അനുസരിച്ച് കൃത്യമായി എഴുതാൻ കഴിയൂ. അറ്റോമിക നമ്പർ 18 കൂടുതലുള്ള മൂലകങ്ങളുടെ ഇലക്ട്രോൺ വിന്യാസം എഴുതുന്ന രീതി ഉയർന്ന ക്ലാസ്സുകളിൽ പരിചയപ്പെടാം. അപ്പം നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണ്? 1 മുതൽ 18 വരെയുള്ള അറ്റോമിക നമ്പറുള്ള മൂലകങ്ങളുടെ ഇലക്ട്രോൺ വിന്യാസം മാത്രമാണ് നമുക്ക് ഈ രീതിയിൽ എഴുതാൻ കഴിയുന്നത്. ഇനി മറ്റ് രീതികളിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? അത് നമുക്ക് നോക്കാം. ഓർബിറ്റ് ഇലക്ട്രോൺ വിന്യാസം, അതിൻ്റെ ഒരു ചിത്രീകരണം ഇവിടെ തന്നിട്ടുണ്ട് കേട്ടോ. ഓർബിറ്റ് ഇലക്ട്രോൺ വിന്യാസം, ഹൈഡ്രജൻ്റെ ഓർബിറ്റ് ഇലക്ട്രോൺ വിന്യാസം ചിത്രീകരിക്കുന്നത് ശ്രദ്ധിക്കൂ. അപ്പോൾ ഹൈഡ്രജൻ്റെ ഓർബിറ്റ് ഇലക്ട്രോൺ വിന്യാസം ചിത്രീകരിക്കുന്നത് എങ്ങനെയാണ്? ഇതാണ് ഹൈഡ്രജൻ്റെ ഓർബിറ്റ് ഇലക്ട്രോൺ വിന്യാസം എന്ന് പറയുന്നത്. അപ്പോൾ ഹൈഡ്രജൻ്റെ ഓർബിറ്റ് ഇലക്ട്രോൺ വിന്യാസം, ഒരു പ്രോട്ടോണ് ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ന്യൂട്രോണുകളുടെ എണ്ണം 0 തന്നിരിക്കുന്നത്. പ്രോട്ടോൺ എത്രയുണ്ട്? ഇവിടെ 1. അതുപോലെ ന്യൂട്രോൺ എത്രയാണ്? നമുക്കറിയാം 0. അപ്പം നമ്മൾ നേരത്തെ തന്നെ എഴുതിയിട്ടുണ്ടല്ലേ, ഹൈഡ്രജൻ്റെ ഇലക്ട്രോൺ മാസ് നമ്പർ 1, ഹൈഡ്രജൻ്റെ അറ്റോമിക നമ്പർ 1. അപ്പോൾ പ്രോട്ടോൺ എത്രയാണ്? പ്രോട്ടോൺ 1, ഇലക്ട്രോൺ 1, ന്യൂട്രോൺ എന്ന് പറഞ്ഞാൽ പി ഇലക്ട്രോൺ. നമ്മൾ ഈ ഒരു മാസ് നമ്പറിൻ്റെയും അറ്റോമിക നമ്പറും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് അത് എത്രയാണ്? 0. അതാണ് ഇവിടെ നമ്മൾ കണ്ടത്. അടുത്ത് നോക്കിയേ, ഹൈഡ്രജൻ ആറ്റത്തിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണെന്ന് പഠിച്ചു. 1. അറ്റോമിക നമ്പർ 5 മാസ് നമ്പർ 11 ബോറോണിൻ്റെ ഓർബിറ്റ് ഇലക്ട്രോൺ വിന്യാസം ചിത്രീകരിക്കുന്നത് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്കിവിടെ ബോറോൺ എന്ന് പറയുന്ന ആ ഒരു മൂലകത്തിൻ്റെ ഇലക്ട്രോൺ വിന്യാസമാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പം നമുക്കതിനെ എങ്ങനെ എഴുതാം? ബോറോണിൻ്റെ ഇലക്ട്രോൺ വിന്യാസത്തിൽ പറഞ്ഞിരിക്കുന്ന അറ്റോമിക നമ്പർ എത്രയാ? അറ്റോമിക നമ്പർ 5. നമ്മൾ താഴെ എഴുതി അറ്റോമിക നമ്പർ 5. മാസ് നമ്പർ എത്ര? 11. അപ്പോൾ പ്രോട്ടോൺ എത്രയാണ്? പ്രോട്ടോൺ 5. ഇലക്ട്രോൺ എന്ന് പറയുന്നത് 5. ന്യൂട്രോൺ എന്ന് പറയുന്നത് എത്രയാണ്? ന്യൂട്രോണുകളുടെ എണ്ണം 6. അപ്പോൾ ഇങ്ങനെയല്ലേ നമുക്ക് കിട്ടിയത്. ഓക്കെ. അതുപോലെ നമുക്ക് അടുത്തിവിടെ നമ്മുടെ അലൂമിനിയത്തിൻ്റെ ഓർബിറ്റ് ഇലക്ട്രോൺ വിന്യാസം ചിത്രീകരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? അലൂമിനിയത്തിൻ്റെ ഇലക്ട്രോൺ വിന്യാസം എങ്ങനെയാണ് നമുക്ക് ചിത്രീകരിക്കാൻ പറ്റുന്നത്? ഇതേപോലെ തന്നെയാണ്. എങ്ങനെ ചെയ്യാം? നമ്മുടെ അലൂമിനിയത്തിൻ്റെ ഇലക്ട്രോൺ വിന്യാസം മാസ് നമ്പർ എത്രയാണ്? മാസ് നമ്പർ 27. അറ്റോമിക നമ്പർ 13. ഇനി നമ്മുടെ പ്രോട്ടോൺ എത്രയാ? പ്രോട്ടോണുകളുടെ എണ്ണം എത്രയാണെന്ന് നമ്മൾക്കറിയാം. 13. ഇലക്ട്രോണുകളുടെ എണ്ണം 13. ന്യൂട്രോണിൻ്റെ എണ്ണം 27 - 13. അപ്പം നമുക്ക് എത്ര കിട്ടും? നമുക്ക് 14 എന്ന് കിട്ടും അല്ലേ? അപ്പം ഇതാണ് നമ്മുടെ അലൂമിനിയത്തിൻ്റെ. ഇനി നമുക്ക് അത് ഇതായിട്ട് എഴുതി കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ വരച്ച് നമുക്കത് ചെയ്തു കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ 13 അല്ലേ നമ്മൾ പറഞ്ഞത്? 13 എന്ന് പറയുമ്പം നമുക്ക് ഇവിടെ ആദ്യത്തെ ഷെല്ലിൽ 2
2 ഇലക്ട്രോണിനെ നമ്മൾ കൊടുത്തു. രണ്ടാമത്തെ ഷെല്ലിൽ എത്രയാണ്? 8 എണ്ണം കൊള്ളും അല്ലേ? രണ്ടാമത്തേൽ നമ്മൾ 3, 4, 5, 6, 7, 8 പിന്നെ ഒരെണ്ണം ഉണ്ട്, അത് നമ്മൾ അവസാനത്തെ ഷെല്ലിൽ കൊടുത്തു. അപ്പോൾ അലൂമിനിയത്തിൻ്റെ ആയില്ലേ? ഇനി അതേപോലെ അടുത്തതിനെ നമ്മൾ ഇതേപോലെ നമ്മൾ ചെയ്യണം. ഇനി ഒരു ആറ്റത്തിൻ്റെ ഓർബിറ്റ് ഇലക്ട്രോൺ വിന്യാസം നൽകിയിരിക്കുന്നതാണ് ഈ പറഞ്ഞത്. ഇനി നോക്കിയേ, ചിത്രം വിശകലനം ചെയ്ത് ചുവടെ കൊടുത്തിരിക്കുന്നവ കണ്ടെത്തുക. അപ്പോൾ നമ്മൾ ചിത്രത്തിൽ നോക്കിയിട്ട് ചുവടെ കൊടുത്തിരിക്കുന്നവ കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് എന്തൊക്കെയാണ് കണ്ടെത്താൻ പറ്റുന്നത്? അപ്പോൾ ഇവിടെ നമ്മൾ എന്താ പറഞ്ഞത്? ഇനി നമുക്ക് ചെയ്യാനുള്ള 1 മുതൽ 18 വരെ അറ്റോമിക നമ്പറുള്ള മൂലക ആറ്റങ്ങളുടെ ഇലക്ട്രോൺ വിന്യാസം എഴുതി അവയുടെ ഷെൽ ഇലക്ട്രോൺ വിന്യാസം ചിത്രീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് പറയാനുള്ളത് ഐസോടോപ്പുകളെ കുറിച്ചാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് കേട്ടോ ഈ ഐസോടോപ്പുകൾ. ഒരു മൂലകം ഏതാണെന്ന് നിശ്ചയിക്കുന്നത് അതിലെ ഏത് സബ് അറ്റോമിക കണങ്ങളുടെ എണ്ണമാണ്. ഇപ്പോൾ ഒരു മൂലകം ഏതാണെന്ന് നിശ്ചയിക്കുന്നത് എന്താണ്? അതിലെ സബ് അറ്റോമിക കണങ്ങളുടെ എണ്ണമാണ്. ഏത് സബ് അറ്റോമിക കണങ്ങളുടെ എണ്ണമാണ് ഒരു മൂലകം ഏതാണെന്ന് നിശ്ചയിക്കുന്നത്? സബ് അറ്റോമിക കണങ്ങളുടെ എണ്ണമാണ്. ഏതൊക്കെ സബ് അറ്റോമിക കണങ്ങളുടെ എണ്ണമാണ് ഒരു മൂലകം ഏതാണെന്ന് നിശ്ചയിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പ്രോട്ടോണുകളും ന്യൂട്രോണുകളും ഉൾപ്പെടുന്നവയാണ് ആ സബ് അറ്റോമിക കണങ്ങൾ എന്ന് പറയുന്നത്. ആ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും എണ്ണമാണ് ഒരു മൂലകം ഏതാണെന്ന് നിശ്ചയിക്കുന്നത്. താഴെ കൊടുത്തിരിക്കുന്ന ചിത്രം 1:10 നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്കൊന്ന് നോക്കാം. ഈ ഒരു ചിത്രത്തിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? അപ്പോൾ ഇത് ഓരോന്നും പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷിയം, ഈ 3 സംഭവങ്ങൾ, അതായത് പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷിയം, ഇവ 3ഉം എന്താണ്? ഹൈഡ്രജൻ്റെ ഐസോടോപ്പുകളാണ്. നമ്മുടെ ഹൈഡ്രജൻ ഉണ്ടല്ലോ, ഹൈഡ്രജൻ്റെ ഐസോടോപ്പുകളാണ് പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷിയം എന്ന് പറയുന്നത്. ഇനി ഇതിൽ ഒരു പ്രോട്ടോൺ ഉണ്ട്, ന്യൂട്രോൺ ഉണ്ടോ പ്രോട്ടിയത്തിന്? ഇല്ല, ന്യൂട്രോണ് ഇല്ല. അപ്പോൾ പ്രോട്ടിയത്തിൻ്റെ ഹൈഡ്രജൻ്റെ ഐസോടോപ്പുകളിൽ ന്യൂട്രോൺ ഇല്ലാത്തത് ആർക്കാണ് എന്ന് ചോദിക്കാം. അതാരാണ്? പ്രോട്ടിയമാണ്. ഇനി ഒരു ന്യൂട്രോണുള്ള ഹൈഡ്രജൻ്റെ ഐസോടോപ്പാണ് ഡ്യൂട്ടീരിയം. 2 ന്യൂട്രോണുള്ള ഹൈഡ്രജൻ്റെ ഐസോടോപ്പ് ഏതാണ്? ട്രിഷിയമാണ്. ഈ ആറ്റങ്ങളെ സംബന്ധിച്ചുള്ള പട്ടിക 1-5 പൂർത്തിയാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് എങ്ങനെ പൂർത്തിയാക്കാം? ആറ്റത്തിൻ്റെ പേര് നമ്മൾ പറഞ്ഞു, പ്രോട്ടിയം ആണ്. പ്രോട്ടിയത്തിൻ്റെ പ്രോട്ടോണുകളുടെ എണ്ണം എത്രയാണ്? 1 ആണ്. ന്യൂട്രോണുകളുടെ എണ്ണം എത്രയാണ്? അപ്പോൾ നമുക്കറിയാം ഇതിൻ്റെ പ്രോട്ടിയത്തിൻ്റെ അറ്റോമിക നമ്പർ എന്ന് പറയുന്നത് എത്രയാ? പ്രോട്ടിയത്തിൻ്റെ അറ്റോമിക നമ്പർ 1 ആണ്. അതിൻ്റെ മാസ് നമ്പർ നമ്മളിവിടെ എഴുതി. അതുപോലെ പ്രോട്ടിയത്തിൻ്റെ അറ്റോമിക നമ്പരും 1 ആണ്. അപ്പോൾ ന്യൂട്രോൺ എത്രയാണ് ഇവിടെ? 1 - 1 0 ഇനി ഇവിടുത്തെ ഇലക്ട്രോണുകളുടെ എണ്ണം 1 ആണ്. അറ്റോമിക നമ്പർ എത്രയാണ്? 1 ആണ്. മാസ് നമ്പർ എന്ന് പറയുന്നത് 1 ആണ്. ഇനി അടുത്ത ഡ്യൂട്ടീരിയമാണ്. ഡ്യൂട്ടീരിയത്തിന് നമുക്ക് എങ്ങനെയാണ് എഴുതേണ്ടത്? ഡ്യൂട്ടീരിയത്തിൽ നമ്മുടെ മാസ് നമ്പർ 2 ആണ്, അറ്റോമിക നമ്പർ 1 ആണ്. അപ്പോൾ പ്രോട്ടോൺ എത്രയായിരിക്കും? പ്രോട്ടോൺ 1 ആണ്. ന്യൂട്രോൺ എന്ന് പറയുന്നതും എത്രയാ? ഇവിടെ തന്നിട്ടുണ്ട് 1 ആണ്. ഇലക്ട്രോണുകളുടെ എണ്ണം 1 ആണ്. അറ്റോമിക നമ്പർ എത്രയാണ്? 1 ആണ്. മാസ് നമ്പർ ഇവിടെ എത്രയാ? 2 ആണ്. 2. ഇനി ഇവിടെ ട്രിഷിയം തന്നിട്ടുണ്ട്. ട്രിഷിയത്തിൻ്റെ അറ്റോമിക നമ്പരും മാസ് നമ്പരും തന്നിട്ടുണ്ട്. ട്രിഷിയത്തിൻ്റെ മാസ് നമ്പർ 3ഉം അറ്റോമിക നമ്പർ 1ഉമാണ്. അപ്പോൾ ഇവിടെ പ്രോട്ടോൺ 1 ആണ്, ന്യൂട്രോൺ എന്ന് പറയുന്നത് 2 ആണ്. അതേപോലെ എന്താണ്? ഇലക്ട്രോൺ ഇവിടെ തന്നിട്ടുണ്ട് 1 ആണ്, അറ്റോമിക നമ്പർ 1 ആണ്. മാസ് നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്? 3 ആണ്. അപ്പോൾ അത് നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതേപോലെ തന്നെയാണ് ഈ ആറ്റങ്ങളുടെ അറ്റോമിക നമ്പർ എത്രയാണ്? അതൊക്കെ നമ്മൾ എഴുതിയത് തന്നെയാണ് അവിടെ എടുത്ത് എഴുതാനുള്ളത്. ഇനി അടുത്ത, ഈ ആറ്റങ്ങൾ ഹൈഡ്രജൻ്റെ ഐസോടോപ്പുകളാണ് എങ്കിൽ ഐസോടോപ്പുകൾ എന്നാൽ എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷിയം ഇവയൊക്കെ ഹൈഡ്രജൻ്റെ ഐസോടോപ്പുകളല്ലേ? അപ്പോൾ അങ്ങനെയെങ്കിൽ എന്താണ് ഐസോടോപ്പ് എന്ന് പറഞ്ഞാൽ? ഒരേ അറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരേ മൂലകത്തിൻ്റെ വ്യത്യസ്ത ആറ്റങ്ങളാണ് ഐസോടോപ്പുകൾ. അപ്പോൾ ഐസോടോപ്പുകൾക്ക് ഒരേ അറ്റോമിക നമ്പറാണ്,
ഒരേ അറ്റോമിക നമ്പറാണ്, അതുപോലെ വ്യത്യസ്ത മാസ് നമ്പറുമാണ്. വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരേ മൂലകത്തിനാണ് എന്തുള്ളത്? ഒരേ അറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ളത്. അങ്ങനെയുള്ള വ്യത്യസ്ത ആറ്റങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഐസോടോപ്പുകൾ എന്ന് പറയുന്നത്. ഇനി ഐസോടോപ്പുകൾ ഒരേ രാസസ്വഭാവം കാണിക്കുന്നു. ഐസോടോപ്പുകളുടെ പ്രത്യേകത എന്താണ്? അപ്പോൾ ഒരേ രാസസ്വഭാവം കാണിക്കുന്നുണ്ട്, എന്നാൽ ഭൗതിക സ്വഭാവങ്ങളിൽ ചെറിയ വ്യത്യാസങ്ങൾ കാണിക്കുന്നു. അപ്പോൾ ഐസോടോപ്പുകൾ ഒരേ രാസസ്വഭാവം കാണിക്കുന്നുവെങ്കിലും ഭൗതിക സ്വഭാവങ്ങളിൽ എന്തുണ്ട്? ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. ഘനജലം, അതായത് ഹെവി വാട്ടർ, ഹൈഡ്രജൻ്റെ ഐസോടോപ്പായ ഡ്യൂട്ടീരിയത്തിൻ്റെ ഓക്സൈഡാണ് ഏതെന്ന് പറയുന്നത്? ഖനജലം എന്ന് പറയുന്നത്. അപ്പോൾ ഖനജലം എന്ന് പറയുന്നത് ഡ്യൂട്ടീരിയത്തിൻ്റെ ഐസോടോപ്പാണ്. ഹൈഡ്രജൻ്റെ ഐസോടോപ്പായ ഹൈഡ്രജൻ്റെ ഐസോടോപ്പായ ഡ്യൂട്ടീരിയത്തിൻ്റെ എന്ത്? ഓക്സൈഡാണ് ഖനജലം. ഡ്യൂട്ടീരിയത്തിൻ്റെ ഓക്സൈഡാണ് ഖനജലം. ഖനജലം ആണവ നിലയങ്ങളിൽ ഉപയോഗിക്കുന്നു. അപ്പോൾ ആണവ നിലയങ്ങളിലൊക്കെ ഉപയോഗിക്കുന്നത് എന്താണ്? ഈ ഖനജലമാണ്. ഹൈഡ്രജന് മാത്രമാണോ ഐസോടോപ്പുകൾ ഉള്ളതെന്നാണ് അടുത്ത താഴെ കൊടുത്തിരിക്കുന്ന ഒരു ചിത്രം നമുക്ക് നോക്കാം. ഐസോടോപ്പുകൾ വേറെയുള്ള മൂലകങ്ങൾക്കും എന്തുണ്ട്? ഐസോടോപ്പുകളുണ്ട്. അപ്പം നമ്മൾ പറഞ്ഞല്ലോ, ഐസോടോപ്പ് എന്ന് പറഞ്ഞാൽ ഒരേ അറ്റോമിക നമ്പറായിരിക്കും, വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരേ മൂലകത്തിൻ്റെ വ്യത്യസ്ത ആറ്റങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഐസോടോപ്പുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എത്രയൊക്കെ പ്രോട്ടോണാ, എത്രയൊക്കെ ന്യൂട്രോണാ, എത്രയൊക്കെ ഇലക്ട്രോണാ പറഞ്ഞിരിക്കുന്നത്? ഇത് നോക്കിയേ, ഇവിടെ 6 പ്രോട്ടോൺ പറഞ്ഞിട്ടുണ്ട്. 6 പ്രോട്ടോൺ ഉണ്ട്, 6 ഇലക്ട്രോൺ ഉണ്ട്. എത്ര ന്യൂട്രോൺ ഉണ്ട്? 6 ന്യൂട്രോൺ ഉണ്ട്. ഇനി രണ്ടാമത്തെ ചിത്രത്തിലോ 6 പ്രോട്ടോണ്, 6 ഇലക്ട്രോണ്, പിന്നെന്താണ്? 7 ന്യൂട്രോണ്. അടുത്ത ചിത്രത്തിൽ എന്താണ്? ഈ പറഞ്ഞതുപോലെ 6 പ്രോട്ടോണ്, 6 ഇലക്ട്രോണ്, 8 ന്യൂട്രോണ്. ഇനി അപ്പോൾ കാർബൺ 12, കാർബൺ 13, കാർബൺ 14 എന്നിവ കാർബണിൻ്റെ പ്രകൃതിദത്ത ഐസോടോപ്പുകളാണ്. കാർബൺ 12 ഏറ്റവും സ്ഥിരതയുള്ളതും ലഭ്യത കൂടിയതുമായ കാർബൺ ഐസോടോപ്പ്. അപ്പോൾ ഏറ്റവും സ്ഥിരത കൂടിയതും ലഭ്യത കൂടിയതുമായ കാർബണിൻ്റെ ഐസോടോപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് നിസ്സംശയം പറയാം, കാർബൺ 12 കാർബണിനും ഐസോടോപ്പുകളുണ്ടെന്ന്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാക്കി? അപ്പോൾ കാർബണിൻ്റെ ഐസോടോപ്പ് ഏതൊക്കെയാണെന്ന് നമ്മൾ കണ്ടു. കാർബണിൻ്റെ ആകെ ഐസോടോപ്പുകളിൽ ഏകദേശം 1.1% മാത്രമാണ് കാർബൺ 13. അപ്പോൾ കാർബണിൻ്റെ ആകെ ഐസോടോപ്പുകളിൽ 1.1% മാത്രമാണ് എന്ത്? കാർബൺ 13 ഉള്ളത്. ഇത് സസ്യങ്ങളിലും ജന്തുക്കളിലും നടക്കുന്ന ജീവൽ പ്രവർത്തനങ്ങളെക്കുറിച്ച് പഠിക്കാൻ ഉപയോഗിക്കുന്നു. അപ്പോൾ കാർബൺ 13ൻ്റെ പ്രത്യേകത എന്താണ്? സസ്യങ്ങളിലും ജന്തുക്കളിലും നടക്കുന്ന ജീവൽ പ്രവർത്തനങ്ങളെക്കുറിച്ച് പഠിക്കാൻ ഉപയോഗിക്കുന്ന കാർബണിൻ്റെ ഐസോടോപ്പ് എന്ന് നമ്മളോട് ചോദിക്കാം. അപ്പോൾ അത് ഏതാണ്? കാർബൺ 13 ഇനി കാർബൺ 14 ഒരു റേഡിയോ ആക്റ്റീവ് ഐസോടോപ്പാണ്. അപ്പോൾ കാർബൺ 14 എന്ന് പറയുന്ന ഒരു റേഡിയോ ആക്റ്റീവ് ഐസോടോപ്പാണ്. ഇത് ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഐസോടോപ്പാണ് കാർബൺ 14. ഹൈഡ്രജൻ്റെ ഐസോടോപ്പുകൾക്ക് മാത്രമേ പ്രത്യേക പേരുകൾ നൽകിയിട്ടുള്ളൂ എന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ. അപ്പം നമുക്കറിയാം ഹൈഡ്രജൻ്റെ ഐസോടോപ്പുകൾക്ക് മാത്രമേ പ്രത്യേകിച്ച് പേരുള്ളതാണ് ഡ്യൂട്ടീരിയം, ട്രിഷ്യം, പിന്നെ നമ്മുടെ പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം എന്നിവ. പക്ഷെ ബാക്കിയുള്ള ഐസോടോപ്പുകൾക്കൊന്നും പ്രത്യേകിച്ച് പേരൊന്നും നൽകിയിട്ടില്ല. മറ്റു ചില ഐസോടോപ്പുകളും അവയുടെ ഉപയോഗങ്ങളും ഇവിടെ പട്ടികയിൽ നൽകിയിട്ടുണ്ട്. അതുകൂടി ഒന്ന് നോക്കാം. ഐസോടോപ്പ്, അതിൻ്റെ ഉപയോഗം. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ഇത് കാണാതെ പഠിച്ച് തന്നെ വെക്കണം. അപ്പോൾ അയഡിൻ 131 ഐസോടോപ്പിൻ്റെ പേരാണ്. അയഡിൻ 131 എന്താണ് ഉപയോഗം എന്ന് നമുക്ക് നോക്കാം. തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനങ്ങളുടെ പഠനത്തിനും ചികിത്സയ്ക്കും ഉപയോഗിക്കുന്നു. അപ്പോൾ അയഡിൻ 31ൻ്റെ പ്രത്യേകത എന്താണ്? തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനങ്ങളുടെ പഠനത്തിനും ചികിത്സയ്ക്കും ഉപയോഗിക്കുന്ന ഐസോടോപ്പ് ഏതെന്ന് ചോദിക്കും. അയഡിൻ 131 ആണ്. ഇനി യുറേനിയം 235. യുറേനിയം 235 എന്താണ്? ആണവ നിലയങ്ങളിൽ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നത് യുറേനിയം 235 ആണ്. കൊബാൾട്ട് 60 എന്തിനാ ഉപയോഗിക്കുന്നത്? ക്യാൻസർ ചികിത്സയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണ് കൊബാൾട്ട് 60. സോഡിയം 24. സോഡിയം എന്താ? വ്യാവസായിക പൈപ്പ് ലൈനുകളിലെ ചോർച്ച കണ്ടെത്തുന്നതിന് ഉപയോഗിക്കുന്നതാണ് സോഡിയം 24. അയൺ 59 അനീമിയ നിർണ്ണയിക്കൽ അതിനാണ്
അയൺ 59 ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതാണ് വിവിധ തരത്തിലുള്ള ഐസോടോപ്പുകളും അവയുടെ ഉപയോഗവും. ഇനി ഐസോബാറുകളെ കുറിച്ചാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ആർഗൺ, പൊട്ടാസ്യം, കാൽസ്യം എന്നീ ആറ്റങ്ങളുടെ ഓർബിറ്റ് ഇലക്ട്രോൺ വിന്യാസം നൽകിയിരിക്കുന്നത് ശ്രദ്ധിക്കൂ. അപ്പോൾ ഇവിടെ ആർഗൺ, പൊട്ടാസ്യം, കാൽസ്യം എന്നീ ആറ്റങ്ങളുടെ ഓർബിറ്റ് ഇലക്ട്രോൺ വിന്യാസമാണ് തന്നിരിക്കുന്നത്. ചിത്രം വിശകലനം ചെയ്ത് 1-7 പൂർത്തിയാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആർഗണിൻ്റെ ഇലക്ട്രോൺ വിന്യാസം നമുക്ക് തന്നിട്ടുണ്ട്. ഇലക്ട്രോൺ അതായത് അറ്റോമിക് നമ്പറും മാസ് നമ്പറും തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കാം. ആർഗണിൻ്റെ അറ്റോമിക നമ്പർ എത്രയാണ്? അറ്റോമിക് നമ്പർ 18, മാസ് നമ്പർ 40. അപ്പം നമുക്ക് ഇവിടുത്തെ പ്രോട്ടോണുകളുടെ എണ്ണം എത്രയാണ്? 18 ആണ്. ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? 18 ആണ്. അതേപോലെ നമുക്കറിയാം ന്യൂട്രോണുകളുടെ എണ്ണം 22 ആണ്. ഇനി അതേപോലെ പൊട്ടാസ്യം തന്നിട്ടുണ്ട്. പൊട്ടാസ്യത്തിൻ്റെ അറ്റോമിക് നമ്പർ 19, മാസ് നമ്പർ 40 ആണ്. ന്യൂട്രോണുകളുടെ എണ്ണം 21 ആണ്. അടുത്ത പറഞ്ഞിരിക്കുന്നത് കാൽഷ്യമാണ്. കാൽസ്യത്തിൻ്റെത് അറ്റോമിക് നമ്പർ 20, പിന്നെ അതിൻ്റെ മാസ് നമ്പർ 40 ഉണ്ട്. അതിൻ്റെ പിന്നെ ന്യൂട്രോണുകളുടെ എണ്ണം എത്രയാണ്? 20 ആണ്. അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത് മൂലകങ്ങൾ ആർഗണ്, അതിൻ്റെ പ്രോട്ടോണുകളുടെ എണ്ണം, ഇലക്ട്രോണുകളുടെ എണ്ണം, ന്യൂട്രോണിൻ്റെ എണ്ണം, അറ്റോമിക് നമ്പർ, മാസ് നമ്പർ, ഇതൊക്കെയാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അതൊക്കെ നമുക്ക് കണ്ടതുപോലെ നമ്മൾ പറഞ്ഞതുപോലെ അങ്ങ് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഈ മൂലകങ്ങളുടെ മാസ് നമ്പറിൻ്റെ പ്രത്യേകത എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മൂലകങ്ങളുടെയൊക്കെ മാസ് നമ്പറിൻ്റെ പ്രത്യേകത എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ ആരുടെയൊക്കെയാണ് മാസ് നമ്പർ? എല്ലാ മൂലകങ്ങളുടെയും ഇപ്പോൾ ആർഗൺ ആയിക്കൊള്ളട്ടെ, പൊട്ടാസ്യം ആയിക്കൊള്ളട്ടെ, കാൽസ്യം ആയിക്കൊള്ളട്ടെ, ഈ 3 മൂലകങ്ങളുടെയും മാസ് നമ്പർ തുല്യമാണ്. 3ൻ്റെയും മാസ് നമ്പർ എത്രയാണ്? 40 ആണ്. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, മൂലകങ്ങളുടെ മാസ് നമ്പറിൻ്റെ പ്രത്യേകത. ഇനി അറ്റോമിക നമ്പർ തുല്യമാണോ? അല്ല. അറ്റോമിക നമ്പർ എന്താണ്? വ്യത്യസ്തമാണ്. ആർഗണിൻ്റേത് 18 ആണ്, പൊട്ടാസ്യത്തിൻ്റെത് 19 ആണ്, കാൽസ്യത്തിൻ്റെത് 20 ആണ്. പക്ഷെ എന്താണ് ഒരു പിന്നെ സംഖ്യകൾ ഇങ്ങനെ 18, 19, 20 ഒന്ന് കൂടിക്കൂടി പോകുന്നു. ഈ ആറ്റങ്ങൾ ഐസോബാറുകൾ എന്നറിയപ്പെടുന്നു. അപ്പോൾ ഈ ആറ്റങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഐസോബാറുകൾ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഐസോബാർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരേ മാസ് നമ്പറും വ്യത്യസ്ത അറ്റോമിക നമ്പറുമുള്ള ആറ്റങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഐസോബാറുകൾ എന്ന് പറയുന്നത്. ഈ ന്യൂക്ലിയസിലെ ആകെ കണങ്ങളുടെ എണ്ണം, അതായത് പ്രോട്ടോൺ പ്ലസ് ന്യൂട്രോൺ തുല്യമായ വ്യത്യസ്ത മൂലക ആറ്റങ്ങളായിരിക്കും. ഇനി ഇവിടെ ഐസോടോണുകൾ പറഞ്ഞിട്ടുണ്ട്. ന്യൂട്രോണുകളുടെ എണ്ണം തുല്യമായ ആറ്റങ്ങളെയാണ് ഐസോടോണുകൾ എന്ന് പറയുന്നത്. ന്യൂട്രോണുകളുടെ എണ്ണം തുല്യമായത് ഏതൊക്കെയാണ്? ഇപ്പം നമുക്ക് നൈട്രജനെ എടുക്കാം. നൈട്രജൻ്റെ ന്യൂട്രോണുകളുടെ എണ്ണം എന്താണ്? തുല്യമാണ്. അതായത് 15, 7. അവിടുത്തെ വ്യത്യാസം എത്രയായിരിക്കും? നമുക്ക് അറിയാം. അവിടുത്തെ വ്യത്യാസം 8 ആണ്. അതുപോലെ 14, 6. അവിടെയും വ്യത്യാസം എത്ര? ന്യൂട്രോണുകളുടെ എണ്ണം എത്രയാണ്? 8 ആണ്. അപ്പോൾ ഇവിടുത്തെ ഐസോട്രോണുകൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് പറയാം. ന്യൂട്രോണുകളുടെ എണ്ണം തുല്യമായ ആറ്റങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഐസോടോണുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ ഇനിയും നമ്മുടെ ക്ലാസ്സുകൾ കാണുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക. എല്ലാവർക്കും ആത്മാർത്ഥമായിട്ട് സർവേശ്വരനോട് ഏറ്റവും നല്ല ജോലി, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ജോലി നിങ്ങൾക്ക് ഏറ്റവും വേഗത്തിൽ നിങ്ങൾക്ക് കിട്ടട്ടെ. ഓരോ എക്സാമുകളും നിങ്ങളുടെ വിജയത്തിലേക്കുള്ള വാതിൽ തുറക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സുകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. Thank you for watching our channel.